ഒരു രീതിക്കും നമ്മൾ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് മെയിൻ സ്പോട്ടാണ്, മെയിൻ ജംഗ്ഷനാണ്, മെയിൻ സിഗ്നൽ. ഇത് നമ്മളറിയില്ലേ 3 കൂടിയ കവല, അങ്ങനെയല്ല, ഇത് ഒരു 5-8 കൂടിയ കവല എന്ന് പറയാം. ഒരു 5-8 സ്ഥലത്തേക്ക് തിരിയുന്ന ഒരു മെയിൻ പോയിന്റാണ്, സിറ്റിയാണിത്. അവിടെയാണ് ഇങ്ങനെ ഇപ്പം ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അയ്യോ, എൻ്റെ റൂട്ട് വരുന്നത്, അയ്യോ കണ്ടിട്ട് തന്നെ പേടിയാണ്. എൻ്റെ റൂട്ട് വരുന്നത് ഇതാണ്, മെയിൻ റൂട്ട്. ഇതാണ് എളുപ്പത്തിൽ എനിക്ക് പോകാനും വരാനും പറ്റുന്നത്. പക്ഷേ കഴിഞ്ഞ 1-2 മാസമായിട്ട് എനിക്ക് ഇതിൽ പോകാൻ പറ്റുന്നില്ല. ഭാഷ അറിയില്ലാത്തത് കൊണ്ട് നമുക്കിത് കൺവേ ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ ആളുകളുടെ അടുത്ത് ശ്വാസം മുട്ടുന്നത് വേറെ പടല്ല, മുഖം മൊത്തം വെയിലേക്ക് വെയിലിരിക്കാതിരിക്കും. അമ്മാതിരില്ല, അന്നാ മാറണം പോട്ടെ, അങ്ങനല്ലേ ശരി. ബൈ. ഇനി എനിക്കൊരു അത്യാവശ്യം നടക്കാനുണ്ട്. ഈ ഓട്ടോ വരുന്ന സ്പോട്ടിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. ഞാനിങ്ങനെ ഇങ്ങോട്ട് വരാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ ഊബറിനാണ് പോകുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ്, ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റില്ല, അതുപോലെ എക്സ്പെൻസീവാണ്. ആൾക്ക് നടക്കാൻ പാകത്തിനൊരു വഴി കിട്ടുന്നില്ല, ആളുകൾ നടക്കുന്നു എന്നുള്ളൂ. വൈദവേ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് പോയി നോക്കാം, ലോക്കൽ ഓട്ടോയ്ക്ക്, ഷെയർ ഓട്ടോ കിട്ടും, ഷെയർ ഓട്ടോയ്ക്ക് പോയി നോക്കാം, എന്താ അവസ്ഥയെ നോക്കാം. എന്നിട്ട് തിങ്കളാഴ്ച തൊട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ആളുകൾ പോകുന്നുണ്ടോ, എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ആളുകൾ. ഇതൊന്നും പോരാത്തതിന് ഇത് നമ്മൾ ശബരിമല അല്ലെങ്കിൽ മലയാറ്റൂർ മലയൊക്കെ കയറില്ലേ, അതുപോലെ കടയിൽ റോഡിൻ്റെ അവസ്ഥ നോക്ക്. ഇതാണ് അവസ്ഥ. അയ്യോ, ഓട്ടോ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഇനി കുറേ നടക്കണം, അങ്ങ് ദൂരെ നടക്കണം. ഞാനപ്പോൾ വിചാരിച്ചു ഇന്നും അത് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. ഞാൻ ഏതാ പറയാൻ വന്നത് ഇപ്പോൾ കിട്ടി. എന്താണെന്ന് പറഞ്ഞാൽ, അയ്യോ, ഇവിടെ യാത്ര മാത്രമല്ല, ഇങ്ങനെ വിളിക്കും അല്ലേ, ഇതിൽ കൂടി പോകണമെന്ന് പറയാൻ കൺഫ്യൂഷൻ നമുക്കളെ. ആട്ടി കിട്ടും. ഇങ്ങനെ ഒരു വഴി നടക്കുന്നല്ലോ, ഇതെന്താ സംഭവം നോക്കട്ടെ. ഇങ്ങനെ ഒരു വഴി ഞാൻ പോയിട്ടില്ല, ഇത് എവിടെയെങ്കിലും എത്തുമോ നോക്കട്ടെ. എന്നോട് CBS എന്നല്ലോ ചോദിച്ചത്. അയ്യോ, ഇവിടെ അയ്യോ, ഇതല്ല എനിക്ക് പോകേണ്ട സ്ഥലം. സോറി ഗൈസ്, പെട്ടത് തിരിച്ച് നടക്കുകയാണ്. എൻ്റെ അമ്മേ, ഇത് 1 മിനിറ്റിൻ്റെ ഷോട്ടിലൊന്നും നിൽക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത് കേട്ടോ, ഈ ഒരു സൈഡ് ഏരിയയിൽ മുഴുവനും ഈ പറയുന്ന ഒരുപാട് ഷോപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പമ്പ് ആയിക്കോട്ടെ, എനിക്കൊന്ന് 2 മാസമായിട്ട് പമ്പിൽ പെട്രോൾ അടിക്കാൻ വരുന്നുണ്ടാവില്ല, ബൈക്കുകൾ കഷ്ടിച്ച് വരുമായിരിക്കും. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതുണ്ടോ, ആരുമില്ല. ഞാൻ അറ്റം വരെ ഓട്ടം പോകുന്നവിടെ വരും ചില